വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ 45 പേർക്ക് കൂടി അഡ്വൈസ് മെമ്മോ നൽകി സർക്കാർ. സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ചെയ്ത 3 പേർക്കുൾപ്പെടെയാണ് നിയമന ശുപാർശ നൽകിയത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് നടപടി. അതേസമയം മെമ്മോ ലഭിച്ച 45-ൽ 42 പേർ സമരവുമായി സഹകരിക്കാത്തവരാണെന്നും സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ 3 പേർക്ക് മാത്രമാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. കുട്ടികളുടെ പേര് പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഏതൊക്കെ മീഡിയസിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ന്യൂസ് വന്നതോടുകൂടി ഞങ്ങൾ പലരും വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്രയും വേക്കൻസി വന്നില്ലേ, ഇനി സമരം ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സമരത്തിൽ ബാക്കി 42 പേര് ഞങ്ങളുടെ കൂടെ സമരത്തിന് വരാത്തവരാണ്, ഞങ്ങളെ കൂടെ നിൽക്കാത്തവരാണ്. അപ്പം ഈ 45 വേക്കൻസിയിൽ തന്നെ അഡ്വൈസ് വന്നതിൽ തന്നെ 28 പോക്സോയിൽ വന്നത്, 13 ക്യാമ്പ് ഡ്രോപ്പ്, 4 NJD. അത് NJD ഒക്കെ പറയുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി ടോട്ടൽ വേക്കൻസി പറയുമ്പോൾ 337 പേർക്കാണ് നിയമനം ലഭിച്ചത്. അതിൽ തന്നെ 273 ഫ്രഷ് വേക്കൻസി, ബാക്കി 64 NJD. അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കണം, 64 NJD ഒക്കെ ഞങ്ങൾ അതിന്റെ പുറകെ നടന്നില്ലെങ്കിൽ NJD വരത്തില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നതാണ്. എന്തൊക്കെയാണ് ഞങ്ങൾ അറിയാണ്ടാണ് ഈ ന്യൂസ് ഒക്കെ വരുന്നത്. ഞങ്ങൾ തന്നെ ഈ ന്യൂസ് കണ്ട് വണ്ടറ, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു. ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത് 45 പേർക്ക് സമരത്തിൽ വന്ന് കിട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ജനം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്തവർ പലരും ഇനി ഇത്രേ ആയില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ വിഷമമുണ്ട്. അങ്ങനെ ആരായാലും കാര്യം പൂർണ്ണമായിട്ടും അറിയാതെ ഇങ്ങനൊന്നും പറയരുത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മിനിഞ്ഞാന്നത്തെ ക്യാബിനറ്റിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ തീർച്ചയായും ഞങ്ങൾ നിരാശയുടെ പടുകുഴിയിലായിരുന്നു. സമരത്തിന്റെ വിജയം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് അവർക്ക് ആ ടേൺ പോലെ അവര് 3 പേർ എന്തോ ഭാഗ്യത്തിന് 3 പേർ അതിൽ ഉൾപ്പെട്ടു, അതുകൊണ്ട് അവർക്ക് ലഭിച്ചു. ആ കൂട്ടത്തിൽ 10 പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷമായിരുന്നു. അതുപോലും ഇല്ല. പിന്നെ ഇത് എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ട് മാധ്യമത്തിലൊക്കെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം നന്നായിട്ടുണ്ട്. നമ്മളെ കഷ്ടപ്പാട് അറിയുന്നവർ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല.